ഹലോ ഓൾ, നമ്മുടെ നീറ്റിന്റെ റിസൾട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 600+ മാർക്കൊക്കെ ഉള്ള കുട്ടികൾ ഡെഫിനറ്റ്ലി ഒരു ഗവൺമെന്റ് MBBS എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ അവർക്ക് യാതൊരു വിധത്തിൽ കൺഫ്യൂഷൻസ് ഇല്ല. പക്ഷേ ഈ 600-ന് തൊട്ട് താഴേക്ക് അല്ലെങ്കിൽ ആ അറൗണ്ട് നിൽക്കുന്ന 600 മാർക്ക് 590 580 ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ടു മച്ച് കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ. അപ്പോൾ അവരുടെ കോളുകൾ ഒരുപാട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളതാണ്. സോ അങ്ങനെ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്ന സമയത്ത് ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട കൺസിഡറേഷൻ, ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രൂപത്തിൽ വരുന്നൊരു സാധനമാണ് BDS. സോ നമ്മൾ വിചാരിക്കുന്നത് BDSനെ പറ്റിയിട്ട് നല്ല ക്ലാരിറ്റിയിൽ നല്ലൊരു വീഡിയോ സീരീസ് തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ നമ്മുടെ ആഷിഖ് സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മൾ 2 ആഷിഖാണ് ടോപ്പിലുള്ളത്. സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കില്ല എന്താ പേര് ചോദിക്കുമ്പോൾ ഞാൻ ആഷിഖ് എന്ന് പറയുമ്പോൾ ആഷിഖ് എന്ന് പറയുന്ന ആൾക്കാരാണ്. സോ ആഷിഖ് ആക്ച്വലി BDS ഗ്രാജുവേറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആഷിഖ് ത്രൂ ആയിട്ട് ആഷിഖ് മീഡിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സീരീസുകൾ, അതായത് കേരളത്തിലുള്ള BDS കോളേജുകൾ, അവിടുത്തെ അക്കാഡമിക്സ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് എ ഫസ്റ്റ് വീഡിയോ ഫോർ ദാറ്റ് BDS സീരീസിലേക്കുള്ള ഒന്നാമത്തെ ഇതാണ്. ആൻഡ് ഈ സീരീസിന് നമ്മളൊരു പേരിട്ടുള്ളത് വെച്ചാൽ BDS അടിപൊളിയാണെന്ന് തന്നെയാണ്. അല്ല, തീർച്ചയായും നമ്മൾ ആക്ച്വലി ഞാനും എൻ്റെ എൻട്രൻസിന്റെ പ്രിപ്പറേഷൻ സമയത്ത് ഞാനും അനുഭവിച്ചൊരു പ്രശ്നം തന്നെയാണ്. അതായത് സെക്കൻഡ് ഓപ്ഷൻ എന്ത് കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്താണ്. അപ്പോൾ ഞാൻ അന്ന് അത്ര അവയർഡ് ആയിരുന്നില്ല. ഈവൻ ഞാനൊരു കോളേജിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കോഴിക്കോട് ഡെന്റൽ കോളേജിൽ വരുന്ന സമയത്ത് ഞാൻ അത്ര അവയർഡ് ആയിട്ടല്ല വന്നത്. ഞാൻ എൻ്റെ പ്രിപ്പറേഷന്റെ സമയത്ത് അല്ലെങ്കിൽ പഠനത്തിന്റെ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈവൻ എൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രൻസ് കഴിഞ്ഞ് വരുന്ന പിള്ളേർക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് BDS. എന്താ വെച്ചാല് നമുക്കറിയില്ല, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സൊസൈറ്റിയുടെ എന്തൊക്കെയോ പ്രത്യേകതകൾ മൂലം എല്ലാവരും MBBSന് വേണ്ടി പഠിക്കുന്നു. MBBS കിട്ടുന്നില്ലെങ്കിൽ BDS എടുക്കുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ട്. തീർച്ചയായും. ഇപ്പൊ എന്റെ ബാച്ചിലാണെങ്കിൽ, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്റെ ബാച്ചിലാണെങ്കിൽ എൻ്റെ ഒരു ബാച്ച്മേറ്റ് ഈവൻ MBBS കിട്ടിയിട്ട് പോലും അത് ഡ്രോപ്പ് ചെയ്ത് BDS വന്ന അങ്ങനെ ആളുകളും ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. സോ ഈവൻ ആഷിഖിനാണെങ്കിൽ എനിക്ക് അവന്റെ ഒരു ഹിസ്റ്ററി അറിയുന്നതുകൊണ്ട് അവന് ലൈക്ക് എന്താ പറയാ, ഗവൺമെന്റ് കോട്ടയിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ സീറ്റൊക്കെ അലോട്ടഡ് ആയിരുന്നു എന്നുള്ളതാണ്. വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് BDS, ആക്ച്വലി BDSന്റെ ഒരു അതിന്റെ ഒരു ബ്യൂട്ടി അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. BDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി ആണ്. നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരിക്കലും ഒരു ഫിസീഷ്യൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ഒരു BDS ഡോക്ടർ ചെയ്യുന്നത്. ആഷിഖ് ഡോക്ടറിനെ അറിയുന്നുണ്ടാവും. എന്റെ എക്സ്പീരിയൻസിൽ എന്താന്ന് വെച്ചാല്, ഇതിപ്പോ MBBS പഠിക്കാന്ന് പറഞ്ഞാൽ MBBS പഠിക്കലാണ്, നമ്മൾ വായിക്കലാണ് കൂടുതൽ കാര്യങ്ങൾ. പ്രാക്ടിക്കലി രോഗികളെ കാണുന്നതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ പ്രാക്ടിക്കൽ സെൻസ് വളരെ കുറവാണ് അതിനകത്ത്. ലൈക്ക് കമ്പാരിറ്റീവ്ലി ഒരു 10 to 20% കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ല, നമ്മൾ ഈവൻ ഒരു BDS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ 3rd ഇയർ മുതൽ തന്നെ പേഷ്യൻസുമായിട്ട് നമ്മൾ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത് ഫസ്റ്റ് ഇയറിൽ തന്നെ വരുമ്പോൾ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കാര്യങ്ങളുടെ അളവ് വളരെ. തീർച്ചയായും നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ സബ്ജക്റ്റിന്റെ കൂടെ തന്നെ ഡെന്റൽ സബ്ജക്റ്റും നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ജനറലി ചോദിക്കാണ്, ആസ് എ ഡെന്റിസ്റ്റ്, ഇപ്പൊ ആഷിഖ് ഡെന്റിസ്റ്റ് ആയിട്ട് ഡോപ്പയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡോപ്പയുടെ GM ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഡെന്റിസ്റ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ എത്ര അടിപൊളിയാണ് സാധനം, അല്ലെങ്കിൽ നിന്റെ ഒരു പാഷനേറ്റ് ആയിട്ട് നിന്റെ ഒരു തോട്ടിൽ എങ്ങനെയാണ് BDS? അല്ല, ബേസിക്കലി BDSന് പഠിക്കുന്ന സമയത്ത്, നമ്മൾ ഇനീഷ്യലി വരുന്ന സമയത്ത് നമ്മൾ മേ ബി ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ചെയ്യുന്ന വർക്ക്സും അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചും കൂടി എന്താ പറയാ, നോൺ പ്രീ ക്ലിനിക്കൽ ആയിട്ടുള്ള വർക്ക്സ്, നമ്മൾ ക്ലിനിക്കൽ കയറുന്നതിന് മുമ്പ് ആവശ്യം വരുന്ന കുറച്ച് വർക്ക്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേ ബി നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ്, അയ്യോ ഇത് പഠിക്കാനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കോളേജിലേക്ക് എടുത്തു വന്നത്. പക്ഷെ വൺസ് നമ്മൾ നമ്മുടെ ക്ലിനിക്കൽ സൈഡിലോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് എന്താ പറയാ, നമ്മളായിട്ട് ചെയ്തൊരു വർക്ക് നമ്മൾ പേഷ്യൻസിന്റെ കൈ കൊടുത്ത് അവർക്ക് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ അത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ജേർണി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫൈയിങ് ഡെന്റിസ്റ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താ പറയാ, നല്ലൊരു ഡോക്ടറായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ ആക്ച്വലി ഒരു സാധാരണ ഒരു ജനറൽ ഫിസിഷ്യൻ, MBBS കഴിഞ്ഞ ഒരു ജനറൽ ഫിസിഷ്യനും ഒരു BDS കാരനും ഇവർ നമ്മുടെ ആക്ടിവിറ്റീസിൽ എന്താ ഡിഫറൻസ്? ഡോക്ടർ എന്നുള്ള നിലയിൽ തന്നെ, ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി പേഷ്യൻസിനോട് അടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻസിനെ ഒരു വട്ടമല്ല നമ്മൾ കാണുക, നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ്, അതായത് മൾട്ടിപ്പിൾ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്ന കേസസ് ആണ് ഒട്ടുമിക്ക BDS കേസസ് ഉണ്ടാവുക. നമ്മളിപ്പോൾ റൂട്ട് കനാൽ തെറാപ്പി ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു പല്ല് പോയൊരു പേഷ്യന്റ് നമ്മൾ പല്ല് വെച്ച് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് പേഷ്യൻസിനോട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഒന്നും കൂടി എന്താ പറയാ, ക്ലോസ്ഡ് ആവും
പേഷ്യൻസിനുണ്ട്. അപ്പൊ നമുക്ക് അവരെ പല കാര്യങ്ങളും, ഈവൻ ഞാൻ എന്റെ ഹൗസ് ഏജൻസി സമയത്ത് ഞാൻ ചെയ്ത പേഷ്യൻസ് എനിക്ക് ലഡുവായിട്ട് വരലും അല്ലെങ്കിൽ അവരെ നാട്ടിൽ നിന്നുള്ള സ്പെഷ്യൽ വിഭവമായിട്ട് കൊണ്ടുവരണം. അപ്പൊ അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര നല്ലൊരു ഫീലാണ്. സീരിയസ്ലി നമ്മളിപ്പോൾ MBBS ചെയ്യുന്ന സമയത്ത്, ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ 15-20 പേഷ്യൻസിനെയൊക്കെ നമ്മൾ കാണും. ഒരാൾക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് എന്നുള്ള നിലയിൽ പേഷ്യൻസ് ഇങ്ങനെ വന്നു പോകും. അങ്ങനെയാണ് സാധാരണ പേഷ്യൻസ് അധികം പേര് വരുന്നുണ്ട്. പക്ഷേ BDS അല്ലെങ്കിൽ ഡെന്റിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ നമ്മളാണെങ്കിലും പല്ലിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു ഡോക്ടറെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കുറച്ച് സമയം പേഷ്യൻസും ഡോക്ടറായിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ലൈക്ക് പേഷ്യന്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഭയങ്കര സ്ട്രോങ് ആണ്. ശരിക്കും ഒരു MBBS-നേക്കാൾ ഒരു 10 ഇരട്ടിയൊക്കെ സ്ട്രോങ്ങിൽ ഡെഫിനറ്റ്ലി സ്ട്രോങ് ആണ്. കാരണം നമ്മൾ എത്രത്തോളം പേഷ്യന്റിനോട് ഇൻവോൾവ് ആവുന്നോ അവരെ ബാക്കി എല്ലാം, അപ്പൊ അവരെ കുടുംബക്കാരെ അല്ലെങ്കിൽ അവരെ കസിൻസ് എല്ലാം നമ്മളുമായിട്ട് തന്നെ എന്ത് ചെയ്യും, നമ്മളെ അടുത്തേക്ക് തന്നെ വരുന്ന രൂപത്തിലാണ്. സോ അത്രയധികം പേഷ്യൻസ് ആയിട്ട് ഇത് വരണമെങ്കിൽ നമുക്ക് ആ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങൾ വേണ്ടി. ഡെഫിനറ്റ്ലി നമുക്ക് എന്താ വെച്ചാൽ അതൊരു കോളേജിൽ നിന്ന് കിട്ടുന്ന ഒരു സ്കില്ലാണ്. കാരണം നമ്മൾ നമ്പർ ഓഫ് പേഷ്യൻസിനെ കാണുമ്പോൾ അത് നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ കോഴ്സ് കഴിഞ്ഞാൽ അത് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ BDS കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് പേഷ്യൻസ്. നമുക്ക് ഒന്നും കൂടി ക്ലിനിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കോഴ്സാണ്. തിയറി നമുക്ക് ഏത് കോളേജിൽ പോയി കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒന്നും കൂടി നമ്പർ ഓഫ് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പേഷ്യൻസ്, അത് പേഷ്യന്റ് ഇന്ററാക്ഷനിൽ നല്ല പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് BDS-ൽ ചെയ്ത് കൊടുക്കാണ് കാര്യങ്ങൾ പേഷ്യന്റിന്. അതെ, നമുക്ക് റിസൾട്ട് നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. അതായത് നമ്മളൊരു പല്ല് വെച്ചു കൊടുത്തൊരു പേഷ്യന്റ് ചിരിക്കുമ്പോൾ അത് അപ്പം തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് അത് കിട്ടും. അത് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈവൻ എന്റെ 3rd ഇയർ സമയത്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പേഷ്യന്റ് പല്ല് വെച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇനീഷ്യലി നമ്മൾ കുറെ പ്രീ ക്ലിനിക്കൽ വർക്കൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ കൊടുത്ത് ലാസ്റ്റ് ടൈം പേഷ്യന്റ് മുഖത്ത് കാണുന്ന ഒരു ചിരിയുണ്ട്. അത് കിട്ടുമ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങ് മറന്നുപോകും. അത് BDS-ന്റെ ഈവൻ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് BDS. പിന്നെ ഒരു പ്രത്യേകത ഞാൻ നോട്ടീസ്, എന്റെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ വരെയാണ്, ഇതൊരു സർജിക്കൽ എന്ന് പറയുമ്പോഴും വലിയ സർജറി അല്ല. ഇപ്പൊ അബ്ഡോമനൊക്കെ തുറന്നിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നത് പോലത്തെ ഒരു സാധനമല്ല, ഒരു മൈക്രോ സർജിക്കൽ സാധനം. നമ്മള് ഇപ്പോ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ട്രീറ്റ്മെന്റ് ആണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. നമ്മൾ അവിടെ നമ്മൾ ഏറ്റവും ചെറിയ രീതിയിലുള്ള നെർവ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുത്തു ഒഴിവാക്കുന്നത്. അത് ചെറിയ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അത് കുറച്ചും കൂടി എന്താ പറയാ ഫൈൻ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും അതൊരു കണ്ടുകൊണ്ടല്ല, നമ്മളൊരു ടാക്ടൈൽ സെൻസേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സോ ഹൈലി ഹാൻഡ് സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. സോ ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് തന്നെ എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യം, നമ്മളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ കോഴിക്കോട് ഡെന്റൽ കോളേജിലെയും മെഡിക്കൽ കോളേജിലെയും ബോയ്സ് ഒരുമിച്ച് താമസിച്ചത്. എൻ്റെ ബാച്ചിൽ എൻ്റെ കറസ്പോണ്ടിങ് ഡെന്റിസ്ട്രിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ചെറിയ മൈനർ മിനുക്കുപണികൾ സാധനങ്ങളിലേക്ക് ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ പ്രിസിഷൻസ് കാര്യങ്ങൾ. നമുക്ക് ഫസ്റ്റ് ഇയർ മുതൽ പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ടു 3rd ഇയർ നമ്മൾ ബേസിക്കലി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് എൻഗേജ്ഡ് ആയിട്ടുണ്ടാവുക. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഉണ്ടാവുന്ന സബ്ജക്ട്സും 2nd ഇയർ 3rd ഇയർ ഉണ്ടാവുന്ന സബ്ജക്ട്സ് ഒക്കെ മെഡിക്കൽ സബ്ജക്ട്സ് ആണ്, കോമൺ സബ്ജക്ട്സ്. അതുകൊണ്ട് നമ്മൾ ക്ലാസ് വരുന്ന സമയത്തും അല്ലെങ്കിൽ പ്രാക്ടിക്കലിന് പോകുന്ന സമയത്തൊക്കെ MBBS സ്റ്റുഡൻസും BDS സ്റ്റുഡൻസും ഒരുമിച്ച് തന്നെ ഒരുപോലത്തെ പല സ്ഥലത്തുകളും പോകുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ ഇവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഓർമ്മയുണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ക്യൂബ് ഉണ്ടാക്കുക, 1 സെന്റിമീറ്റർ എല്ലാ എഡ്ജും കറക്റ്റ് ആയിട്ട് രാഗി റെഡി ആക്കുക, ഒരു കമ്പി എടുത്തിട്ട് കറക്റ്റ് 60 ഡിഗ്രിയിൽ ബെൻഡ്. ഇതൊക്കെ നമ്മൾ പ്രീ ക്ലിനിക്കൽ ആയിട്ട് ചെയ്യുന്ന, അത് ഞാൻ പറഞ്ഞ അത്രയും പ്രിസിഷൻസും ആക്യുറസീസും കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ഇയർ ടു 2nd ഇയർ നമ്മൾ മാക്സിമം അങ്ങനത്തെ വർക്കിലാണ് നമ്മൾ എൻഗേജ്ഡ് ആവുക. ഒരു മെഡിക്കൽ സബ്ജക്റ്റിന് ഉപരി നമ്മൾ പഠിക്കുന്നത് ഡെന്റൽ സബ്ജക്ട്സ് പഠിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഡെന്റൽ അനാട്ടമി എന്നുള്ള സബ്ജക്ട് പഠിക്കുന്നത്. അത് പല്ലിന്റെ ഘടനകളും അതിന്റെ രീതികളും. നമ്മൾ ജനറൽ അനാട്ടമിന് പുറമെ നമ്മൾ ഡെന്റൽ അനാട്ടമി എന്നുള്ള സബ്ജക്ട് പഠിക്കും. അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയൊരു വാക്സ് ബ്ലോക്ക് എടുത്ത് അതിൽ പല്ലിന്റെ പോലെ കാർവ് ചെയ്ത് പല്ല് നിങ്ങളിപ്പോ ശരിക്കും സിംപ്ലി ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മെഴുകുതിരിന്റെ ഒരു സാധനം പോലെ മെഴുക് എടുത്തിട്ട് അതിനകത്തൊരു പല്ല് നമ്മൾ ഉണ്ടാക്കുകയാണ്, ഒരു ശില്പി അല്ലെങ്കിൽ അങ്ങനെ പറയാ, അങ്ങനെ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അത് ശരിക്കും അങ്ങനത്തെ ഒരു സ്കില്ലുള്ള കുറച്ചൊരു ആർട്ടിസ്റ്റിക് സെൻസേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. എന്റെ ബാച്ചിലൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഈവൻ 3-4 പല്ലൊക്കെ അവനെ കൊണ്ട് ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കിക്കുമായിരുന്നു. അവർ പെട്ടെന്ന് ചെയ്തിരുന്നു. പക്ഷെ ആ സച്ച് ഒരു ലൈക്ക് ഈ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അക്കാഡമിക്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ, എന്തൊക്കെ സബ്ജക്ട്സ് ആണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മൾ ഇപ്പോൾ ഏറ്റവും അടുത്ത് നമുക്ക് അവൈലബിൾ ഉള്ള കോഴിക്കോട് ഡെന്റൽ കോളേജാണ് GDC കാലിക്കറ്റ്. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു ഹോസ്റ്റൽ ടൂർ, കോളേജ് ടൂറും കാര്യങ്ങളും അവിടുത്തെ ഫാക്കൽറ്റീസിനെ ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സാധനം നമുക്ക് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ പറ്റുകയാണെങ്കിൽ മറ്റ് ഗവൺമെന്റ് കോളേജസും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സെൽഫ് ഫിനാൻസിങ് MBBS-ന്റെ കാര്യങ്ങൾ, BDS-ന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് പറ്റുന്നുണ്ട്. അതിനൊക്കെ ഫൈനലി ഏറ്റവും കാര്യം എത്രത്തോളം സാറ്റിസ്ഫൈങ് ആണ് ഡെന്റിസ്റ്റ് എന്നുള്ള ലൈഫ്.
പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഈവൻ എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡോപ്പയുടെ വർക്ക് അല്ലെങ്കിൽ നമ്മളെ അതായിട്ടുള്ള വർക്കിന്റെ കൂടെ തന്നെ എനിക്ക് ഡെന്റിസ്ട്രി ഒരുപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ജോബായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന റിസൾട്ട്സ് പേഷ്യൻസിൽ ഉണ്ടാവുന്നു, അവര് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമുക്ക് ജനറലി സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഉള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് ആവില്ല. BDS ഡോക്ടറായി നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് അവർക്ക് ഓരോ ചേഞ്ചസ് കൊടുക്കുമ്പോൾ ഈവൻ ഒരു സൊസൈറ്റിക്ക് ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് കോഴ്സ് എന്ന് അറിയാത്തൊരു തെറ്റിദ്ധാരണയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ സ്റ്റുഡൻസും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡെന്റിസ്ട്രിയിൽ എന്താണ് ഇവർ പഠിക്കുന്നത്? ഈവൻ നമ്മളെ അറിയുന്ന ആൾക്കാർ വരെ പഠിക്കും, പല്ല് പഠിക്കാൻ എന്തിനാണ് 5 വർഷം? അപ്പോ നമ്മളതൊരു സൂപ്പർ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആവാനുള്ള കാര്യമാണ്. അതായത് ഇപ്പൊ MBBS പഠിച്ച ഒരാൾക്ക് അത് പറയുമ്പോൾ കൈയും കാലും തലയും കണ്ണും മൂക്കും ഒക്കെ പഠിക്കണം. ഇത് കഴിഞ്ഞിട്ട് സ്പെഷ്യലിസ്റ്റ് ആവണം, സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആവണം. ഒരു 15 വർഷം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു 13 വർഷം എടുത്തിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ പല്ലിന്റെ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ് ആവുക BDS കഴിയും. നമ്മൾ പല്ലിനെ കുറിച്ച് നമ്മൾ എന്താ പറയാ, പല്ല് മാത്രമല്ല ഹെഡ് ആൻഡ് നെക്ക് റീജിയനിൽ നമുക്ക് ആക്ച്വലി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അനുവാദവും അല്ലെങ്കിൽ നമ്മൾ ട്രോമ കേസസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ലീഷൻ കേസസ് ആണെങ്കിൽ പോലും അത് അപ്രോച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. സോ ഹൈലി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഡെഫിനറ്റ്ലി. സോ കുറച്ചധികം തെറ്റിദ്ധാരണകൾ നമുക്ക് BDSന്റെ മിത്തുകൾ കുറച്ചെണ്ണം ബ്രേക്ക് ചെയ്യാനുണ്ട്. സോ അപ്കമിങ് വീഡിയോസിലേക്ക് നമുക്ക് സ്റ്റേറ്റ്യൂൺ എല്ലാവരും കാത്തിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡെഫിനറ്റ്ലി GTC കാലിക്കറ്റിലേക്ക് ആഷിഖ് പഠിച്ച കോളേജാണ്, ഞാനാവില്ല, ആഷിഖായിരിക്കും ചെയ്തിട്ട് അവരുടെ കോളേജ് സാറുമാരെ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. സോ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആളുകൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഇതുപോലത്തെ നിങ്ങൾ BDS സീക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ആൻഡ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് BDSനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത്, നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, സാധാരണ നിയാസ്കറിലുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയരുത്. അപ്പൊ എല്ലാവരും ഉഷാറാക്കുക. നമുക്ക് എന്തായാലും ക്ലാരിഫൈ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവാം. നമ്മൾ കുറെ കാലമായിട്ട് ഇതിനെ കുറിച്ച് തീരെ അവയർഡ് അല്ലാത്ത ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി ഡോപ്പയുടെ സൈഡിൽ നിന്ന് ഇത്തവണ കംപ്ലീറ്റ് അവയർനെസ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അക്കാഡമിക്സ് എന്താണ് BDSന്റെ ബ്രാഞ്ചസ് പഠിക്കാനുള്ളതെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ വിൽ മീറ്റ് യു ഓൺ നെക്സ്റ്റ് വീഡിയോ.